ലോകത്തെ ഏറ്റവും വലിയ വഖഫ് പ്രോപ്പർട്ടി ഉള്ളതും ഏറ്റവും കൂടുതൽ വഖഫ് പ്രോപ്പർട്ടി ഉള്ളതും അത് ഒരു നിയമം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതുമായ ഒരു രാജ്യം ഇന്ത്യയാണ്. വഖഫിന് എത്ര ലക്ഷം ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഉള്ളിൽ 1.2 ലക്ഷം കോടി രൂപയിലധികം 1.2 ലാക്ക് ക്രോഡ്സിലധികം വില വരുന്ന 9.4 ലക്ഷം ഏക്കർ, ഈ ശ്രീകൃഷ്ണന്റെ 4 ലാക്ക് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ 9 ലക്ഷത്തിനടുത്ത് പ്രോപ്പർട്ടികൾ. ഇതില് ഈ ഈദ് നിസ്കാരത്തിനായിട്ട് ഉപയോഗിച്ച സ്ഥലങ്ങളും ഉണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ടൊക്കെ കരുതപ്പെടുന്ന സ്ഥലമൊക്കെ തീർച്ചയായിട്ടും അവകാശപ്പെട്ടു എന്ന് പറയുന്നു. ഈദ് നിസ്കാരത്തിനായിട്ട് കൊടുത്ത സ്ഥലം കർണാടകത്തില് ബാംഗ്ലൂർ സിറ്റിയിൽ കിടക്കല്ലേ, അത് മൈസൂർ രാജാവ് കൊടുത്തതാണ് ഈദ് നിസ്കാരത്തിന്. ഈദ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അടക്കാൻ സ്ഥലമില്ല. അവരുടെ ബെറിയൽ ഗ്രൗണ്ട് ആയിട്ട് അതിന്റെ ഒരു മൂല കൊടുത്തു. അപ്പൊ ആ ബെറിയൽ ഗ്രൗണ്ട് ആയിട്ടൊരു മൂല കൊടുത്തു, നിസ്കരിക്കാൻ ഒരു ഏരിയ കൊടുത്തു, ഒരു ഗ്രൗണ്ട് കൊടുത്തു. ആ ഗ്രൗണ്ട് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കേസ് നടത്തി കോടതി അടക്കം അത് വഖഫിന്റേതാണെന്ന് പറഞ്ഞു. ഇതൊരു അതിനകത്തൊരു അപകടം എന്താണെന്നറിയും, ഇത് നമുക്കൊരു സൂചനയും കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ഈ നിർമ്മല കോളേജില്, മൂവാറ്റുപുഴ നിർമ്മല കോളേജിലൊക്കെ നിസ്കാരത്തിന് വേണ്ടി സമരം നടത്തി. ഇവിടെ നമ്മളൊക്കെ അതിനെ ഒരു കപട മതേതരത്വത്തിന്റെ പേരിൽ സോഫ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു. പക്ഷെ ആ മാനേജ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് എടുത്ത് അവിടെ അവസാനിപ്പിച്ചു. എങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ പലരും അതിനെ സോഫ്റ്റ് ആയിട്ട് എടുത്തു. എന്തിനാ ഇങ്ങനെ ഒരു വിരോധം വളർത്തുന്നത്? പക്ഷെ ഇത് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. നിസ്കരിക്കാനായിട്ട്, അതും പെരുന്നാളുകൾക്ക് മാത്രമേ നിസ്കരിക്കാൻ കൊടുക്കുന്നുള്ളൂ, എല്ലാ ജുമയ്ക്കും ഇല്ല. എല്ലാ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനും ഈ ഗ്രൗണ്ട് വിട്ടുകൊടുത്തിരുന്നില്ല, ബാംഗ്ലൂരിലെ ആ ഗ്രൗണ്ട്. അത് ഈ അവരുടെ പെരുന്നാളുകളിന് മാത്രം, ഈദ്, ബക്രീദ് ഒക്കെ പോലെയുള്ള, റംസാൻ ഒക്കെ പോലെയുള്ള പെരുന്നാളുകൾക്ക് നിസ്കരിക്കാൻ, വലിയ ആളുകൾക്ക് ക്രൗഡിന് നിസ്കരിക്കാൻ കൊടുത്തു. അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഇത് അൺകണ്ടീഷണൽ ആയിട്ട് അവർക്ക് ദാനം ചെയ്തിരുന്നോ? ഇല്ല, അതൊക്കെ അവരുടെ അവകാശത്തിന് മേലെ. അവര് കുറെ നാൾ ഉപയോഗിച്ചു എന്ന അവകാശമുള്ളൂ. അതിൽ പറയുന്ന ഒട്ടകത്തിന് സ്ഥലം കൊടുത്താ, കാല് കൊടുത്താ പിന്നെ ആ പ്രദേശം അവന്റെയാന്ന് പറയുന്ന പോലെ, നാളെ നമ്മുടെ സ്കൂളുകള്, നമ്മുടെ സ്ഥാപനങ്ങള്, നമ്മുടെ കോമൺ പ്രോപ്പർട്ടികള്, ഗ്രൗണ്ടുകള്, ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നാളെ ഇതേ ഇഷ്യൂ ആണ് വരുന്നത്. 10 വർഷം 15 വർഷം കഴിയുമ്പോൾ അവർ പറയും ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്. കാരണം ഞങ്ങൾ മുസ്ലിമുകളുടെ മതപരവും റിലീജിയസും ചാരിറ്റബിളും ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്, അത് ഇത്ര കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ഞങ്ങൾ വഖഫ് ചെയ്താ. അവിടെ നിസ്കരിച്ച ഏതേലും ഒരുത്തിന് ആ സമയത്ത് ഒരു ദുർബോധ തോന്നി പറയാണ് ഞാനത് വഖഫ് ചെയ്തായിരുന്നു.